ഹായ്. അയ്യോ വെട്ടൂത്തി. ഞാനേ സോറി ട്ടാ, വെട്ടത്തിന് പേടിപ്പിച്ചതല്ല. അപ്പോൾ നമുക്കിന്ന് ജിജുസ് കിച്ചണിലേക്ക് സ്വാഗതം. വെട്ടത്തി ഞാൻ വീണ്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനേ ഇതൊക്കെ ഒന്ന് വെട്ടിക്കളാണ്. കണ്ട നമ്മുടെ തെങ്ങ് കണ്ട, നമ്മുടെ തെങ്ങിനെ ഒന്ന് പരിചയപ്പെടാം എന്നുള്ള പരിപാടിയിൽ. ഇതൊന്നും മനസ്സിലായോ? ചെറിയ ഓമയുടെ തണ്ട. ഇതുകൊണ്ട് നമുക്കൊരു സ്ട്രോ ഉണ്ടാക്കി കുടിക്കാം. എങ്ങനെയുണ്ട്? ഇതോടെ ഇരിക്കട്ടെ. അപ്പോൾ ഇതോടെ വെച്ചിട്ട് ചെവിമരിക്കട്ടെ. ഇളനീരൊക്കെ ഇട്ടിട്ട് കുടിക്കുമ്പോൾ നമുക്ക് സ്ട്രോ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കണ്ട, ഇതാണ് നമ്മുടെ തെങ്ങ്. ഒരെണ്ണമല്ല, തെങ്ങ് 6-7 ഉണ്ട്. അപ്പോൾ തെങ്ങ് കാണാം, നമുക്ക് തെങ്ങ് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ, ആ ചുവന്ന ബട്ടൺ എൻ്റെ മുകളിൽ തൊട്ടോക്കി ഉണ്ടാവാം, നോക്കാം നമുക്ക്. അപ്പോൾ തെങ്ങ് നന്നാക്കൽ വഴിയാണ് ഇതോട് കൂടിയിട്ട് അല്ല നമ്മുടെ തെങ്ങ് കണ്ട. ഈ തെങ്ങ് നമുക്ക് ഇളനീര് കുടിക്കാനാണ് നല്ലത്. സൂപ്പർ ഇളനീര്. കഴിഞ്ഞ ദിവസം മോന് ഏതുപോലെ നട്ടേന്നറിയില്ലേ, ഏത് നട്ടേന്ന ഇത് ഈ കൊല്ലം നട്ടേ അല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് 2-3 ഇളനീര് പറ്റിയിടും. അല്ല സൂപ്പർ സാധനം. 2 റൗണ്ടി എടുക്കാം. അപ്പോൾ ഇത് നമ്മളെ ഇളനീരിനാണ് അധികം ഉപയോഗിക്കുക. നമ്മുടെ നാട്ടിൽ 18-ാം പട്ട എന്നൊക്കെ പറയില്ലേ, ആ ടൈപ്പിൽ പെട്ടുള്ളൊരു തേങ്ങയാണ്. നല്ല മധുര വെള്ളത്തിൽ സൂപ്പറാണ്. അപ്പോൾ എല്ലാവർക്കും കിച്ചണിലേക്ക് സ്വാഗതം പറഞ്ഞു എന്ന് ഞാൻ മുന്നേ പറഞ്ഞു എന്ന് തോന്നണേ. ഇല്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം. അപ്പോൾ ജിജുസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇളനീര് കുടിക്കാം നമുക്ക്. പോലെ അടുത്ത തെങ്ങ് കാണാം. ഇതാണ് നമ്മുടെ വേറൊരു തെങ്ങ്. ഇത് ഞാൻ ഇവിടെ വന്ന സമയത്ത് വീട് മേടിച്ചിട്ട് വെച്ചതാണ്. 2 തെങ്ങ് അപ്പം വെച്ചിട്ടുണ്ട്. ആടാ അടിപൊളി തെങ്ങ്. ഇത് ഞങ്ങൾ കറിക്ക് ഉപയോഗിക്കണം തേങ്ങ. ഒരു തേങ്ങ. ഇത് നമ്മുടെ നാടൻ തെങ്ങാണ്. നാടൻ തെങ്ങ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചതാണ്. ഞാനിട്ട് തെങ്ങില്ലേ കണ്ട ആണോ ഒന്ന്. ഇതും നമ്മൾ വന്നിട്ട് വെച്ചതാണ്. ഇത് വേറൊരു തെങ്ങ്. നമ്മൾ നാട്ടിലെ TNT എന്നൊക്കെ പറയില്ലേ, ആ ടൈപ്പിൽ പെട്ട തെങ്ങാണ്. നല്ല തേങ്ങയാണ്, അടിപൊളിയായിട്ട് തേങ്ങയുണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ തേങ്ങയുണ്ട്. ഇത് നന്നായിട്ടുണ്ടാവും തേങ്ങ. ഫ്ലോറിഡയിൽ 2 തേങ്ങ ഉണ്ടല്ലേ. അടുത്ത നമുക്ക് തെങ്ങ് നീ വരട്ടെ പുറത്തേക്ക്. ഇത് അത് കഴിഞ്ഞിട്ട് വെച്ചാണ് ഒരു 5 കൊല്ലമായിട്ടുള്ളൂ. ഇതും കായായി. ഇത് പിന്നെ ഒരു തെങ്ങ്. അടുത്ത തെങ്ങുകൾ നമുക്ക് കാണാം. ഇത് ചെറുതാണ്, ഒരു 2-3 വർഷമായിട്ടുള്ളൂ വെച്ചു. ആയി വരണുള്ളൂ. ഇതും അതിൻ്റെ ഒപ്പം വെച്ചതാണ്. 5 വർഷമായിട്ടുള്ളൂ. ഇതും അതെ. 1, 2, 3, 4, 5, 6, 7, 8 തെങ്ങുണ്ട്. അപ്പോൾ തെങ്ങ് കണ്ടില്ലേ, ഇതൊക്കെ നല്ലോണം തേങ്ങയുണ്ട് ഇവിടെ. ഇഷ്ടം പോലെ തേങ്ങയുണ്ട്. അത് നമുക്ക് ഇനി ഒരു ഇളനീര വെട്ടി കുടിച്ചാലോ. ഇളനീര് വെട്ടി കുടിക്കാം. അപ്പോൾ എൻ്റെ തെങ്ങ് കൃഷി എങ്ങനെയുണ്ട്? നാട്ടിലെ പോലെ തെങ്ങ് കായ്ക്കണില്ലേ? കണ്ടോ തേങ്ങ കൊല കണ്ടോ? കണ്ടോ സൂപ്പറല്ലേ? ഉണ്ടായി കിടക്കണ കാണാനല്ലേ ഭംഗിയില്ലേ. അമേരിക്കയിലാണ് കേട്ടാ, നാട്ടിലല്ല. അത് എന്താ തേങ്ങക്കൊല. ഇതാണ് നമ്മുടെ ലോകം. കുഞ്ഞ കേരളം. നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ ഒരു കേരളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് കാണുമ്പോഴും ഉണ്ടാക്കുമ്പോഴും നമുക്കുള്ള സുഖം അതൊന്ന് വേറെ തന്നെയാണ്. ഒന്ന് അനുഭവിച്ച് നോക്ക് എല്ലാവരും. ഓക്കെ, നമുക്ക് ഇനി ഒരു ഇളനീര് അങ്ങോട്ട് കുടിക്കാം. വായ അങ്ങനെ
ഇളനീര വെട്ടി കുടിക്കാം. സൂപ്പറായിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇളനീര് വെട്ടി കുടിക്കും. നാട്ടിലത്തെ ഒരു ഓർമ്മ വരുന്നില്ലേ എല്ലാവർക്കും? അല്ലേ അങ്ങനെ ഇളനീര് വേണം? യെസ് ഓർ നോ? അല്ല ഇളനീര് ഇടുമ്പോഴേക്കും അവർ വന്നു അല്ലേ. ഞങ്ങൾ സ്ട്രോ ഉണ്ടോ? സ്ട്രോ ആയിട്ടിട്ടൊരൊറ്റ കൂടിയേ അല്ലേ. ഇതിൻ്റെ പൂളോണ്ട് തന്നെ ഇതാണ്ടുണ്ടല്ലോ ചേരകിട്ട് എടുത്തിട്ടുണ്ട്. കളയരുത് അല്ലേ. എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ്! വാ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? എൻ്റെ തെങ്ങുകൾ കണ്ടില്ലേ? തെങ്ങിലെ കായ കണ്ടില്ലേ? ഇളനീര് കണ്ടില്ലേ? കണ്ടാ? ഇനി എൻ്റെ മോനപ്പുറത്തെ ഒരിക്കലുണ്ട്, അവനെ വീഡിയോ എടുക്കണം. അപ്പോൾ അവനുള്ളതാണത്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോ ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ആർക്കും കോവിഡും മറ്റുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവർക്കും സന്തോഷം മാത്രം ഉണ്ടാവട്ടെ, ദുഃഖങ്ങളൊക്കെ സന്തോഷമായിട്ട് മാറട്ടെ, എല്ലാവർക്കും ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. ബൈ.